കടലിടുക്ക് തുറക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറാൻ സംഘർഷത്തിനിടെ അടിയന്തര എണ്ണ ശേഖരം പുറത്തിറക്കി ജപ്പാൻ. ഇറാനുമായുള്ള സംഘർഷം മിഡിൽ ഈസ്റ്റിലെ സമുദ്ര ഗതാഗതത്തിന് തടസ്സമായി തുടരുന്നതിനാൽ വിതരണ സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനായി ജപ്പാൻ തങ്ങളുടെ സ്വകാര്യ മേഖലയിലെ എണ്ണ ശേഖരത്തിൽ നിന്നും എണ്ണ പുറത്തുവിടാൻ ആരംഭിച്ചു. നിലവിൽ പുറത്തുവിടുന്ന ഇന്ധനത്തിന്റെ അളവ് 15 ദിവസത്തെ ഉപഭോഗത്തിന് തുല്യമാണ്. ജപ്പാനിലെ എണ്ണയുമായി ബന്ധപ്പെട്ട കമ്പനികൾ 70 ദിവസത്തിന് തുല്യമായ കരുതൽ ശേഖരം കൈവശം വെച്ചിട്ടുണ്ടെന്ന് വ്യവസായ ഡേറ്റ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സ്വകാര്യ സ്റ്റോക്കുകൾക്ക് പുറമെ ജാപ്പനീസ് സർക്കാർ ഒരു സ്വതന്ത്ര അടിയന്തര കരുതൽ ശേഖരം നിലനിർത്തുകയും മാർച്ച് അവസാനത്തോടെ 1 മാസത്തെ വിതരണം പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നിലവിൽ ജപ്പാന്റെ മൊത്തം അടിയന്തര പെട്രോളിയം കരുതൽ ശേഖരം 254 ദിവസത്തെ ദേശീയ ആവശ്യത്തിന് കാരണമാകുന്നു. ഇതിൽ ദേശീയ സ്റ്റോക്കുകൾ, സ്വകാര്യ മേഖലയിലെ കരുതൽ ശേഖരങ്ങൾ, ഉൽപാദന രാജ്യങ്ങളുമായുള്ള സംയുക്ത സ്റ്റോക്കുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഓഷ്യാനയിലുടനീളമുള്ള രാജ്യങ്ങൾ 108.6 ദശലക്ഷം ബാരൽ എണ്ണ ഉടനടി പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ വിപുലമായ അന്താരാഷ്ട്ര ശ്രമത്തെ തുടർന്നാണ് ഈ നീക്കങ്ങൾ. പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനായി അഭൂതപൂർവമായ അധിക എണ്ണ ആഗോള വിപണിയിൽ അവതരിപ്പിക്കുന്നുണ്ടെന്നും IEA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാത്തിഹ് ബിറോൾ സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും വിതരണം സഹായിക്കുമെങ്കിലും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് സമുദ്രപാത ഒരു നിർണായക തടസ്സമായി തുടരുന്നതിനാൽ സ്ഥിരമായ പ്രവാഹത്തിലേക്ക് മടങ്ങുന്നതിന് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് അത്യന്താപേക്ഷിതമാണെന്നും ബിറോൾ മുന്നറിയിപ്പ് നൽകി. ഈ ഊർജ്ജ ആശങ്കകൾക്കിടയിൽ ജലപാത സുരക്ഷിതമാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിനുള്ളിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ടോക്കിയോയുടെ നിലപാട് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമായി US യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തുമായും ചർച്ച നടത്തി. സംഭാഷണത്തിനിടെ ഇറാനുമായുള്ള സംഘർഷം ജപ്പാനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സേനയുടെ വിന്യാസത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തില്ല എന്ന് ഹെഗ്സത്ത് ഉറപ്പു നൽകി. ഉഭയകക്ഷി സഖ്യത്തിന്റെ പ്രതിരോധ പ്രതികരണ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള വാഷിംഗ്ടണിന്റെ പ്രതിബദ്ധതയും അദ്ദേഹം ആവർത്തിച്ചു. മറുപടിയായി അമേരിക്കയുമായും മറ്റ് തന്ത്രപരമായ പങ്കാളികളുമായും അടുത്ത ആശയവിനിമയം നിലനിർത്താനുള്ള ടോക്കിയോയുടെ ഉറച്ച ഉദ്ദേശം കൊയ്സുമായി പ്രകടിപ്പിച്ചു. സമുദ്ര ഗതാഗതത്തിന് കടലിടുക്ക് ആക്സസ് ചെയ്യാവുന്നതാക്കി നിലനിർത്തുന്നതിനായി നാവിക ഉപകരണങ്ങൾ അയക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്താരാഷ്ട്ര സഖ്യകക്ഷികളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൈമാറ്റം നടക്കുന്നത്. 7 രാജ്യങ്ങൾ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിട്ടും നിരവധി അമേരിക്കൻ സഖ്യകക്ഷികൾ ജാഗ്രത പുലർത്തുന്ന നിലപാട് സ്വീകരിച്ചു. നാവിക പിന്തുണ നൽകില്ലെന്ന് ഓസ്ട്രേലിയ സ്ഥിരീകരിച്ചു. ക്യാബിനറ്റ് മന്ത്രി കാതറിൻ കിങ് പറഞ്ഞു, ഹോർമുസ് കടലിടുക്കിലേക്ക് ഞങ്ങൾ ഒരു കപ്പൽ അയക്കില്ല. ഈ വികാരത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് കപ്പലുകളുടെ അകമ്പടിക്കായി നാവിക സന്നാഹങ്ങൾ വിന്യസിക്കാനുള്ള പദ്ധതികൾ നിലവിൽ ജപ്പാൻ നിലനിർത്തുന്നില്ലെന്നും തിങ്കളാഴ്ച പ്രധാനമന്ത്രി സനെ തകായിച്ചി പ്രസ്താവിച്ചു. ടോക്കിയോ ഇതുവരെ ഒരു സൈനിക ഇടപെടലിനും പ്രതിജ്ഞാബദ്ധമല്ലെന്ന് ജാപ്പനീസ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തകായിച്ചി വ്യക്തമാക്കി. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ ഇപ്പോഴും നിയമചട്ടക്കൂടിനുള്ളിൽ അതിന്റെ ഓപ്ഷനുകൾ വിലയിരുത്തുന്നുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു. ചില വിസമ്മതം അറിയിച്ചിട്ടുണ്ടെങ്കിലും മറ്റു ചിലർ ഇപ്പോഴും ചർച്ചയിലാണ്. ശ്രദ്ധാപൂർവമായ അവലോകനത്തിന് ശേഷം മാത്രമേ സാധ്യമായ ഏതൊരു നീക്കവും ഉണ്ടാകൂ എന്ന് ദക്ഷിണ കൊറിയ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.